ഇപ്പം നമ്മുടെ ഹൾക്ക് ബോധമില്ലാതെ ഒരു സ്പേസ് ഷിപ്പിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൾക്കിന് ബോധമില്ലാത്തതല്ല, പുള്ളിക്കാരനെ നമ്മുടെ അവെഞ്ചേഴ്സ് ബോധം കെടുത്തിയിരിക്കുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ബോധം വന്ന് കണ്ണു തുറന്ന ഹൾക്കിൻ്റെ മുന്നിൽ അവെഞ്ചേഴ്സിൻ്റെ ഒരു വീഡിയോ വരികയാണ്. അതിൽ നമ്മുടെ അയൺമാൻ ഹൾക്കിനോട്, എടാ മോനെ ഹൾക്കെ, നിന്നോട് ഇത് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമുണ്ട്. പക്ഷേ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇത് ചെയ്യുന്നത്. നിനക്കറിയാമല്ലോ, നിനക്ക് ദേഷ്യം കൂടിയാൽ പിന്നെ ലോകത്തുള്ള ആർക്കും നിന്നെ കൺട്രോൾ ചെയ്യാനോ നിന്നെ തോൽപ്പിക്കാനോ സാധിക്കില്ല. നീ ഈ ഭൂമിയെ തന്നെ ചിലപ്പോൾ നശിപ്പിക്കും. അതുകൊണ്ട് നിനക്ക് സമാധാനത്തോടെ ഒരിക്കലും ദേഷ്യപ്പെടാതെ ജീവിക്കുവാനായി ഞങ്ങൾ ആരുമില്ലാത്ത, ഒരു ജീവി പോലും ഇല്ലാത്ത ഒരു പ്ലാനറ്റിലേക്ക് ഇപ്പോൾ ഈ സ്പേസ് ഷിപ്പിൽ ഞങ്ങൾ നിന്നെ അങ്ങോട്ട് അയക്കുകയാണ്. അവിടെ നിനക്ക് നല്ല വെജിറ്റബിളൊക്കെ കഴിച്ചും വെള്ളം കുടിച്ചും സമാധാനത്തോടെ ജീവിക്കാം. അങ്ങനെ നീ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് അയൺമാൻ ഹൾക്കിനോട് വീഡിയോയിലൂടെ പറയുകയാണ്. ഇപ്പോൾ ഇതെല്ലാം കേട്ടതും താൻ ഇത്രയും നാളും സ്വന്തം കുടുംബമായി കരുതിയ തൻ്റെ കൂട്ടുകാർ തന്നെ ചതിച്ചതോർത്ത് ഹൾക്കിന് വലിയ സങ്കടം വരികയാണ്. ആ സങ്കടം വലിയൊരു ദേഷ്യമായി മാറുന്നു. അങ്ങനെ ദേഷ്യം വന്ന ഹൾക്ക് ആ ഷിപ്പ് തകർക്കാൻ നോക്കിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഷിപ്പ് ദിശ തെറ്റി ഒരു വ്രം ഹോളിലൂടെ, അഥവാ ഒരു പോർട്ടലിൻ്റെ ഉള്ളിലൂടെ മറ്റൊരു പ്ലാനറ്റിലേക്ക് ചെന്ന് വീഴുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഹൾക്ക് ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും അന്നേരം തന്നെ കുറേ ജീവികൾ ഹൾക്കിനെ അറ്റാക്ക് ചെയ്ത് ഹൾക്കിനെ തിന്നുവാനായി വരികയാണ്. പക്ഷേ ഹൾക്ക് അവറ്റകൾക്കിട്ടെല്ലാം നല്ല അടി വെച്ച് കൊടുക്കുന്നു. പക്ഷേ ആ ജീവികൾ പോകുന്നില്ല. അവറ്റകൾ വീണ്ടും ഹൾക്കിനെ ഇപ്പോൾ ആക്രമിക്കാനായി ചെന്നതും അവിടെ പടയാളികളെ പോലെ ഡ്രസ്സ് ധരിച്ച കുറച്ച് പേര് വരികയാണ്. അവരെ കണ്ടതും ആ ജീവികൾ ഫൈറ്റൊക്കെ നിർത്തുന്നു. അപ്പോൾ തന്നെ പടയാളികളിൽ ഒരാൾ എന്തോ ഒരു ചെറിയ ഡിവൈസ് ഹൾക്കിൻ്റെ ദേഹത്തേക്ക് ഷൂട്ട് ചെയ്യുകയാണ്. എന്നിട്ട് അവിടെയുള്ള ജീവികളോടും ഹൾക്കിനോടും മുട്ടുകുത്താൻ പറഞ്ഞതും ആ ജീവികളെല്ലാം മുട്ടുകുത്തുകയാണ്. പക്ഷേ ഹൾക്ക് മുട്ടുകുത്തുന്നില്ല. മാത്രമല്ല, മുട്ടുകുത്താൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് ആ പടയാളികളെ അറ്റാക്ക് ചെയ്യുവാനായി ഹൾക്ക് ചെന്നതും അപ്പോൾ തന്നെ ആ പടയാളി തൻ്റെ കയ്യിലുള്ള ഒരു കുന്തം പോലത്തെ ഒരു സാധനത്തിൽ നിന്നും ഹൾക്കിൻ്റെ ദേഹത്തുള്ള ഡിവൈസിലേക്ക് പവർ ഷൂട്ട് ചെയ്തതും വലിയ വേദന എടുത്ത് വയ്യാതെ ബോധം പോയി ഹൾക്ക് താഴോട്ട് വീഴുകയാണ്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ബോധം വന്ന് കണ്ണു തുറന്നു നോക്കുന്ന ഹൾക്ക് ആ പടയാളികൾ തന്നെ ഏതോ ഒരു മുറിയിൽ തൻ്റെ കൈകളെല്ലാം ചങ്ങലകൾ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നത് കാണുകയാണ്. ഇപ്പോൾ ആ മുറിയിൽ ഹൾക്ക് മാത്രമല്ല, വേറെ കുറേ പേരുമുണ്ട്. അതിൽ ലാവൻ എന്ന ഒരുത്തൻ ഹൾക്കിൻ്റെ അടുത്തേക്ക് ചുമ്മാ സംസാരിക്കാൻ വേണ്ടി വന്നതും അപ്പോൾ തന്നെ ഹൾക്ക് താനിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ലാവനോട് ചോദിച്ചതും നീ ഇപ്പോൾ ഉള്ളത് സക്കാർ എന്ന പ്ലാനറ്റിലാണെന്നും നിന്റെ ദേഹത്തുള്ള ആ ഡിവൈസ് നിന്നെ ഞങ്ങളെപ്പോലെ ഇവിടുത്തെ രാജാവിൻ്റെ അടിമയാക്കിയെന്നും ഹൾക്കിനോട് പറയുകയാണ്. അത് കേട്ടതും ഞാൻ ഒരുത്തിൻ്റെ അടിമയല്ല എന്നും പറഞ്ഞ് തൻ്റെ കൈകൾ കെട്ടിയിട്ടിരിക്കുന്ന ആ ചെങ്ങലകൾ പൊട്ടിക്കാൻ ഹൾക്ക് നോക്കുന്നുണ്ടെങ്കിലും ഹൾക്കിന് അത് പൊട്ടിക്കാൻ പറ്റുന്നില്ല. അന്നേരം തന്നെ നീ ചുമ്മാ നിന്റെ സ്റ്റാമിന കളയേണ്ട എന്നും ഈ ചെങ്ങലകൾ നിനക്ക് പൊട്ടിക്കാൻ സാധിക്കില്ല എന്നും ഇത് ഷാഡോ ഫോർജഡ് ആയ ചെങ്ങലകളാണെന്നും ലാവൻ ഹൾക്കിനോട് പറയുന്നു. മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ടീമായി പോർക്കളത്തിലേക്ക് പോയി ഫൈറ്റ് ചെയ്യാൻ പോവുകയാണെന്നും അത് ഇവിടുത്തെ ഒരു വിനോദമാണെന്നും പിന്നെ ഈ അടിമയുടെ സ്ഥാനത്തു നിന്നും ഫ്രീ ആകണമെങ്കിൽ ആ പോർക്കളത്തിൽ വെച്ച് സക്കാറിൻ്റെ രാജാവായ റെഡ് കിങ് നമുക്ക് നേരെ അയക്കുന്ന ആളുകളെല്ലാം നമ്മൾ തോൽപ്പിക്കണമെന്നും അങ്ങനെ നമ്മൾ ജയിച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ഈ ഡിവൈസ് അവർ ഊരി മാറ്റുമെന്നും ലാവൻ പറയുകയാണ്. മാത്രമല്ല, ഇപ്പോൾ ലാവൻ അവിടെയുള്ള ബാക്കിയുള്ളവർക്കും ഹൾക്കിനും എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അവരെല്ലാം അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഹൾക്ക് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ആ മുറിയിൽ കോർഗ് എന്ന ദേഹം മുഴുവൻ ഇഷ്ടികക്കല്ലുള്ള ഒരുത്തനും മിക്കെന്ന കുറേ കൈകളുള്ള ഒരു ചെറിയ ജീവിയും പിന്നെ ഹിറോമി എന്ന ഒരു ചെറുപ്പക്കാരനും എലോയ് എന്ന ഒരു പെൺകുട്ടിയും പിന്നെ കുറച്ച് ജീവികളുമുണ്ട്. അങ്ങനെ ഇപ്പോൾ അവരെല്ലാം പോർക്കളത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ സക്കാറിലെ ജനങ്ങളെല്ലാം ഫൈറ്റ് കാണുവാനായി ആകാംക്ഷയോടെ വന്നിരിക്കുകയാണ്. ജനങ്ങൾ മാത്രമല്ല, സക്കാറിൻ്റെ രാജാവായ റെഡ് കിങ്ങും അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഹൾക്കും ബാക്കിയുള്ളവരും പോർക്കളത്തിലെത്തിയതും അപ്പോൾ തന്നെ അവരുമായി ഫൈറ്റ് ചെയ്യുവാനായി ക്രോണൻസ് എന്ന 3 ഇഷ്ടിക കല്ലുകൾ പോലെ ദേഹമുള്ള ആളുകൾ വരികയാണ്. ഇപ്പോൾ അവരെ കണ്ടതും ഹൾക്കിൻ്റെ കൂടെയുള്ള കോർഗ് ചേട്ടന്മാരെ എന്ന് വിളിച്ച് ക്രോണൻസിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഈ കോർഗിൻ്റെ സഹോദരങ്ങളാണ് ഈ ക്രോണൻസ്. അങ്ങനെ ഇപ്പോൾ ക്രോണൻസിൻ്റെ അടുത്തേക്ക് സന്തോഷത്തോടെ ചെന്ന കോർഗിനെ തൻ്റെ ചേട്ടന്മാരെ അടിച്ചു തെറിപ്പിക്കുകയാണ്. അത് കണ്ടതും ലാവനും ബാക്കിയുള്ളവരും ക്രോണൻസിനോട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. പക്ഷേ ഹൾക്ക് അടികൂടാനൊന്നും പോകുന്നില്ല. പുള്ളിക്കാരൻ അവിടെ നിന്ന് തിരിച്ചു പോകാൻ ശ്രമിക്കുകയാണ്. ലാവൻ എത്ര വിളിച്ചിട്ടും ഹൾക്ക് തിരിച്ചു വരുന്നില്ല. മാത്രമല്ല, ലാവനും ബാക്കിയുള്ളവരും എത്ര ശ്രമിച്ചിട്ടും ക്രോണൻസിനെ അടിച്ചു വീഴ്ത്താനും സാധിക്കുന്നില്ല. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ജീവികളെല്ലാം ക്രോണൻസ് കൊല്ലുകയാണ്. അന്നേരം തന്നെ ലാവൻ അവിടെ വീണ് കിടക്കുന്ന കോർഗിൻ്റെ അടുത്ത് ചെന്ന് കോർഗിനെ എഴുന്നേൽപ്പിച്ചിട്ട് ഇപ്പോൾ ഇവിടെയുള്ള നിന്റെ സഹോദരന്മാർക്ക് പഴയതുപോലെ ഓർമ്മയൊന്നുമില്ല എന്നും അതൊക്കെ ഇവിടെയുള്ള റെഡ് കിങ്ങിൻ്റെ ആളുകൾ നശിപ്പിച്ചു കളഞ്ഞുവെന്നും അതുകൊണ്ട് ഇവരെ നീ തോൽപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ നമ്മളെ എല്ലാവരെയും ഇവർ കൊല്ലുമെന്ന് കോർഗിനോട് പറഞ്ഞു തീർന്നതും അപ്പോൾ തന്നെ പാവം ലാവനെ പുറകിൽ നിന്നും പൊട്ടിപ്പോയി ഒരു കത്തി ഉപയോഗിച്ച ഒരു ക്രോണൻ കുത്തിക്കൊല്ലുകയാണ്. അത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നു. അപ്പോൾ തന്നെ കോർഗ് തൻ്റെ സഹോദരന്മാരായ ക്രോണൻസിനെ മുഴുവൻ ഇടിച്ചു കൊല്ലുകയാണ്. പക്ഷേ കോർഗിൻ്റെയും ബാക്കിയുള്ളവരുടെയും നേർക്ക് റെഡ് കിങ് പുതിയ ഒരാളെ ഇറക്കുകയാണ്. നീരാളിയെ പോലെ കുറേ കൈകളുള്ള ഡെവിൽ ക്രോക്കർ എന്ന ജീവിയാണ് ഇപ്പോൾ അവിടെ അവരോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. ആ ജീവി തൻ്റെ നീണ്ട കൈകൾ ഉപയോഗിച്ച് കോർഗിനെയും ബാക്കിയുള്ളവരെയും പിടിച്ചു കൊല്ലാൻ നോക്കിയാണ്. കോർഗും ബാക്കിയുള്ളവരും ആ ജീവിയുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ അവരെല്ലാം ആ ഭീകരജീവി കൊല്ലാൻ പോകുന്നത് കണ്ടതും നമ്മുടെ ഹൾക്ക് ഒറ്റ ചാട്ടത്തിന് ആ ഭീകരജീവിയുടെ തല നോക്കി ഒരു 1.5 അടി കൊടുത്തതും ആ അടി കിട്ടിയപ്പോൾ തന്നെ ആ ഭീകരജീവി മരിച്ചു പോവുകയാണ്. അത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നു. മാത്രമല്ല, ഇപ്പോൾ ഹൾക്ക് ചെയ്തത് കണ്ട് അവിടെയുള്ള ജനങ്ങൾക്കെല്ലാവർക്കും ഹൾക്കിനെ വളരെയധികം ഇഷ്ടപ്പെടുകയാണ്.